ഈ പ്രാവശ്യത്തെ ഇഞ്ചി ആദ്യമായിട്ട് പറിച്ചു കേട്ടോ. കഴിഞ്ഞ ഏപ്രിൽ മെയിൽ നട്ടതായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇഞ്ചിക്കറി വെച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അതിനെന്തായിക്കോട്ടെ, എനിക്ക് ചെറുതായിട്ട് ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് തരാൻ പറഞ്ഞു. കാരണം എനിക്കതിനുള്ള ക്ഷമയില്ല. എന്നാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് പൊടിപൊടിയായിട്ട് ഇഞ്ചി അരിഞ്ഞു തന്നു. ഞാൻ വേഗം എൻ്റെ പുതിയ കച്ചട്ടിയില്ലേ, നമ്മുടെ വൈക്കത്തഷ്ടമിക്ക് വാങ്ങിച്ചതേ, ആ പുതിയ കച്ചട്ടിയിൽ അങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയാണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകതയല്ലേ. അത് പഴയ ഒരു രുചി വരും അതിൽ. അത് വെച്ച് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ഇഞ്ചി വറുത്തു. പിന്നെ പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് ഇതുപോലെയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടേ നന്നായിട്ട് പുളിവെള്ളം ഒഴിച്ചു. ഒരു 3-4 ഗ്ലാസ് വെള്ളം എന്നുണ്ട് വിചാരിച്ചോളൂ. ആ കൽച്ചട്ടി കണ്ടില്ലേ, അത് ഏകദേശം അതിൻ്റെ 3/4 ഭാഗമുണ്ട്. അപ്പോൾ ഇനി അതവിടെ തിളയ്ക്കട്ടെ ഒരു അരമണിക്കൂർ. അതിന് മുമ്പ് ഒരു ശർക്കര ചേർക്കണം കേട്ടോ, മറന്നുപോയി പറയാൻ. അപ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് പതുക്കെ അങ്ങനെ തിളച്ച് ഒന്ന് വറ്റി വരും. പതുക്കെ പതുക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമല്ലോ, അതാണ് കേട്ടോ അതിൻ്റെ കണക്കൊക്കെ. ശർക്കരയൊക്കെ അവരവരുടെ ഇഷ്ടം കേട്ടോ, വേണമെങ്കിൽ ചേർക്കാൻ, വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷേ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടെങ്കിലാണ് അതിന് ടേസ്റ്റ്. അപ്പോൾ ഞാൻ അവസാനം എന്ത് ചെയ്തു അറിയാം, കുറച്ചും കൂടി മുളക് പൊടി ചേർത്തു, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തു. കച്ചട്ടി ആകുമ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അതിന് ഒരു സമയമൊന്നുമില്ല, അത് ഇങ്ങനെ കച്ചട്ടിയുടെ ചൂടാറണ വരെ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മിക്സിയിൽ ഈ ചിലവരൊക്കെ ഇഞ്ചി ഇങ്ങനെ അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തവി കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇത്. അങ്ങനെ നല്ല കുറുകുറൂന്ന് കുറുകിയ നല്ല അടിപൊളി ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് എപ്പോഴത്തെയും പോലെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ വാർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പകുതി, എന്താ പറയുക, ആ തവിയുടെ പകുതി എടുത്തോളൂ കേട്ടോ. അടിപൊളിയല്ലേ, ഇനി ഇങ്ങോട്ട് കഴിച്ചാൽ പോരെ.